അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം കീഴടക്കണമെന്ന സ്വപ്നത്തോടെ യുദ്ധത്തിനിറങ്ങിയ മനുഷ്യൻ എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തി? വെൽക്കം ബാക്ക് ടു ടൈം ഷോട്ട്, ചരിത്രം ഒരു ഷോട്ടിൽ. ഇന്ത്യയെ കീഴടക്കാവുന്ന ആദ്യത്തെ വലിയ വിദേശ ശക്തി അലക്സാണ്ടർ മഹാരാജാവായിരുന്നു. 20 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഗ്രീക്ക് രാജാവായത്. ലോകം കീഴടക്കണം എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തുടർച്ചയായ രാജ്യങ്ങൾ ആക്രമിച്ചു. ഇതിന്റെ ഫലമായി പേർഷ്യ, മധ്യേഷ്യ എന്നീ രാജ്യങ്ങൾ കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത്. അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ഇന്നത്തെ പാകിസ്ഥാനും പഞ്ചാബും വഴിയായിരുന്നു. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക, ഇന്ത്യയിലെ സമ്പത്ത് സ്വന്തമാക്കുക, ലോകം മുഴുവൻ കീഴടക്കുക എന്നതായിരുന്നു. യുദ്ധം ചെയ്ത് ഇന്ത്യയിലെ രാജാവായ പോറസ് രാജാവുമായിട്ടായിരുന്നു. പോറസ് രാജാവിന്റെ യുദ്ധരീതികളും യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആനകളും അലക്സാണ്ടർ സൈന്യത്തെ ഭയപ്പെടുത്തി. അലക്സാണ്ടർ സൈന്യം ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ ഭയപ്പെട്ടിരുന്നു. ഇതിനുള്ള കാരണം കഠിനമായ മഴ, മലകളും കുന്നുകളും, ഇന്ത്യയിലെ ശക്തമായ സൈന്യം എന്ന ഭയം, ദീർഘകാല യുദ്ധം തുടങ്ങിയവയായിരുന്നു. യുദ്ധത്തിൽ അലക്സാണ്ടർ വിജയിച്ചെങ്കിലും പോറസ് രാജാവിന്റെ യുദ്ധതന്ത്രവും പ്രതിരോധവും അലക്സാണ്ടറെ ഏറെ ആകർഷിച്ചു. ഇതിന്റെ ഫലമായി അലക്സാണ്ടർ നേടിയ രാജ്യം പോറസ് രാജാവിന് തിരികെ നൽകുന്നു. ഇന്ത്യയിൽ നിന്നും മടങ്ങിയ ശേഷം വ്യാധിയും യുദ്ധമുറിവുകളും കാരണം തന്റെ 32-ാം വയസ്സിൽ അലക്സാണ്ടർ ഈ ലോകത്തു നിന്ന് വിട പറയുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.